നമസ്കാരം. പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ടിലെ ലക്ഷങ്ങളുടെ തട്ടിപ്പ് കൃത്യമായ കണക്കുകൾ സഹിതം വി കുഞ്ഞികൃഷ്ണൻ എന്ന സഖാവ് പുറത്തുവിട്ടിട്ട് ദിവസങ്ങളായി. ഇനിയിപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ കെ രാഗേഷ്, അദ്ദേഹം നേരത്തെ ഇരുന്ന കുറെ മെഴുകലും ന്യായീകരണങ്ങളും ഒക്കെ നടത്തി. അതൊന്നും യാതൊരു തരത്തിലും അംഗീകരിക്കാവുന്ന ഒന്നായിരുന്നില്ല എന്നത് കേട്ടവർക്കെല്ലാം മനസ്സിലായി. പറഞ്ഞതെല്ലാം ശുദ്ധ അസംബന്ധവും ശുദ്ധ മണ്ടത്തരവും അല്ലെങ്കിൽ കള്ളക്കണക്കുകളുമാണ്, അല്ലെങ്കിൽ കള്ളങ്ങളാണ് പറഞ്ഞ് വെച്ചത്. മാത്രമല്ല വി കുഞ്ഞികൃഷ്ണനെ മോശക്കാരനാക്കാൻ ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് മാധ്യമങ്ങളെ കണ്ടത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നു, കണക്കുകൾ CPM പുറത്തുവിടും. അതായത് ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും പുറത്തുവിടും. എവിടുന്ന് പുറത്തുവിടും? കള്ളക്കണക്കുണ്ടാക്കണം. കള്ളക്കണക്കുണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കള്ള റസീത് കുറ്റി അടിച്ചു പോലും പിരിച്ചു, ബക്കറ്റ് പിരിവ് വേറെ. ഇങ്ങനെ ലക്ഷങ്ങൾ പിരിച്ചെടുത്തിട്ട് TI മധുസൂദനൻ എന്ന ജനപ്രതിനിധി, അദ്ദേഹം ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ മധുസൂദനെ ന്യായീകരിച്ചുകൊണ്ട് ഒക്കെ തന്നെ ഉള്ള കണക്കുകളാണ് ഇനിയിപ്പോൾ പുറത്തുവിടാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെ പുറത്തുവിടുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മൾ നേരത്തെ ഈ വിഷയം പരിശോധിച്ചതാണ്. അതായത് ജനങ്ങൾ, സഖാക്കളടക്കം കുഞ്ഞികൃഷ്ണന്റെ കൂടെ നിൽക്കുന്നു. കൃത്യമായ കണക്കുകൾ, ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കൃത്യമായ തെളിവുകൾ സഹിതമുള്ള കണക്കുകളാണ് കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരെ അവതരിപ്പിച്ചത്. അദ്ദേഹം പറയുന്നതും അതുതന്നെയാണ്. അദ്ദേഹം അതിലൊക്കെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്, അല്ലെങ്കിൽ കള്ളക്കണക്കാണ് എന്ന് വരുത്തി തീർക്കാനായി CPMന്റെ ഒരു പുതിയ കണക്ക് ഉടൻ തന്നെ അവതരിക്കും. ഈ കണക്കിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കേട്ട് കഴിഞ്ഞ ശേഷം കുഞ്ഞികൃഷ്ണന്റെ കണക്കും കെ രാഗേഷ് അവതരിപ്പിക്കുന്ന കണക്കും തമ്മിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കള്ളക്കണക്ക് അവതരിപ്പിച്ച് ധനരാജ് രക്തസാക്ഷി ഫണ്ട് TI മധുസൂദനൻ മുക്കി എന്ന് പറയേണ്ട, അല്ലെങ്കിൽ വെറുതെ പറയേണ്ട ഒരു കാര്യം വി കുഞ്ഞികൃഷ്ണന് ഇല്ല എന്നുള്ളത് ഏതൊരു സാമാന്യം അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ ഈ കള്ളക്കണക്കുമായിട്ട് അവതരിപ്പിച്ച് വീണ്ടും ജനങ്ങളെ പറ്റിക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും CPM ശ്രമിക്കുന്നത് എന്തിനാണ്? ഇത് വ്യക്തമായി കഴിഞ്ഞു. ഇത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ധനരാജിന്റെ കുടുംബത്തിനടക്കം ഇക്കാര്യങ്ങൾ ബോധ്യമായി കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലെയും കേരളത്തിലെയും സഖാക്കൾക്കും കേരളത്തിലെ പൊതുജനങ്ങൾക്കുമൊക്കെ ഇക്കാര്യം ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. രക്തസാക്ഷി ഫണ്ട് മാത്രമല്ല, സ്ഥലം വാങ്ങിയതിലും സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട മറ്റ് ഇടപാടുകളിലും ഒക്കെ തന്നെ വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് പയ്യന്നൂർ MLA ആണ് എന്നുള്ള കാര്യം ആണ് കൃത്യമായ കണക്കുകൾ സഹിതം വി കുഞ്ഞികൃഷ്ണൻ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മാധ്യമത്തെ സമീപിച്ച് ഇത്തരം കള്ളക്കണക്കുകളാണെങ്കിൽ ഇത് അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം 50 വർഷമായി പാർട്ടിക്ക് അനുകൂലമായി നിൽക്കുന്ന, പാർട്ടി പ്രവർത്തകനായി നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തെ ഇത്തരത്തിൽ പല രീതിയിൽ മോശക്കാരനാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ പുതിയ ഒരു കണക്കുമായിട്ട് എത്താൻ പോവുകയാണ് CPM. സെക്രട്ടറി കെ രാഗേഷ് എന്ത് കണക്കായിരിക്കും അവതരിപ്പിക്കുക? മാധ്യമങ്ങൾ എന്ത് ചോദിച്ചാലും മറുപടി പറയും എന്ന് പറയുന്നു. ഈ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് മറുപടി പറയുന്ന CPMന്റെ ശൈലി തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. അതിന് കുടപിടിക്കാനായിട്ട് ചില മാധ്യമ പ്രവർത്തകരുമുണ്ട് എന്ന് കൂട്ടിക്കൊള്ളു. എന്തൊക്കെ വന്നാലും കള്ളക്കണക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കള്ളക്കണക്ക് പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കണക്കുകളും വി കുഞ്ഞികൃഷ്ണന്റെ കണക്കുകളും തമ്മിൽ ഒന്ന് പരിശോധിച്ചു നോക്കാം എന്താണ് സംഭവിച്ചത് എന്ന്. അല്ലെങ്കിൽ ഈ പണമൊക്കെ എവിടെ പോയി? ധനരാജിന് കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ എവിടെ പോയി? പിരിച്ചതിൽ ഒരു പ്രത്യേക വിഹിതം തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. എത്രയാണ് എന്നുള്ള കാര്യം തന്നെ കൃത്യമായി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ കള്ളക്കണക്ക് അവതരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കാനുള്ള അടുത്ത പുറപ്പാടിലാണ് CPM കണ്ണൂർ ജില്ലാ നേതൃത്വം. നടക്കട്ടെ.